ഹായ് ഓൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിന് വരുന്ന ഫുൾ ത്രെഡ് വർക്ക് ചെയ്ത സാരിയാണ് ഇന്ന് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു ലൈലാക്ക് ഷെയ്ഡിൽ വൈറ്റ് ത്രെഡ് വെച്ച് വരുന്ന സാരിയാണ്. ഫസ്റ്റ് ഞാൻ പൊടുത്ത് നിൽക്കുന്ന സാരിയാണ്. അപ്പോൾ ഇതിൽ ഫുൾ ബോഡിയിൽ ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അതിൻ്റെ ബോർഡറിലാണ് തിക്കായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചുള്ള ത്രെഡ് വർക്കാണ്, നല്ല തിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ സാരിയിൽ നമ്മൾ ഇതുപോലെ സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇത്. എന്താ പറയുക, ഓർഗൻസ എന്ന് പറയുന്ന ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ അതിനെ സ്റ്റൈൽ ചെയ്താലും നമുക്കതിന് നല്ലൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഓർഗൻസ. ഇതിൻ്റെ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നോട്ട് എല്ലാത്തിലും എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഓർഗൻസ എന്ന് പറഞ്ഞാൽ. ഓർഗൻസ ഫാബ്രിക് എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് വൺ ഇതാണ്. നമുക്ക് വേരിയസ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ഷമാം ഷെയ്ഡാണ്. അതൊരു ഡാർക്ക് ഷെയ്ഡല്ല, ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അതും ഇതുപോലെ ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ട് ബോർഡറിലും ഇതുപോലെ തിക്കായിട്ടുള്ള ത്രെഡ് ഫ്ലവേഴ്സിൻ്റെ ഡിസൈനിൽ ത്രെഡ് വർക്ക് വരുന്ന സാരിയാണ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ സെയിം ടോൺ ബ്ലൗസ് ആട്ടോ ഇതിലെല്ലാം വരുന്നത്. കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസും ചെയ്യാം. ബ്ലൗസിലും ഇതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിലും ഇതുപോലെ തിക്കായിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. നല്ല രസമുള്ള ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു ക്രൗഡിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് സാരിയാണ്. നമുക്കൊരു ബാപ്റ്റിസത്തിനാണെങ്കിലും ചേർച്ചിലാണെങ്കിലും ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഒരു സെമി പാർട്ടി വെയർ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ സാരിയാണ്. ഇതാണ് ഫസ്റ്റ് വരുന്നത്, ഷമാം കളർ. നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് ആണ്, ബട്ട് മിൽക്ക് വൈറ്റ് അല്ല, ഇച്ചിരി ഒരു ക്രീമും അല്ല വൈറ്റും അല്ലാത്തൊരു ഷെയ്ഡാണ് വരുന്നത്. പ്യോർ വൈറ്റും അല്ല പ്യോർ ക്രീമും അല്ല, രണ്ടിൻ്റെയും കൂടി ഇടയിൽ നിൽക്കുന്നൊരു കളറാട്ടോ. അതും ഇതുപോലെ സെൽഫ് ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് സെൽഫിലാണ് ഇതിൻ്റെ ഫുൾ ത്രെഡ് വർക്ക് വരുന്നത്. കുറച്ച് സൈലൻറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ചോയ്സാണ്. അങ്ങനെ ഇടിവെട്ട ഒരു കോമ്പിനേഷൻ അങ്ങനെയൊന്നും വരുന്നില്ല. ഒരു സൈലൻറ്റ് ടോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര പറ്റിയൊരു കളറാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരുടെ സ്കിൻ ടോണിന് ചേരുന്ന ഒരു കളറാണ് യെല്ലോ. മാംഗോ യെല്ലോ ആണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ അതിൽ ഇതുപോലത്തെ ക്രീമും അല്ല വൈറ്റും അല്ല, ഒരു ഓഫ് വൈറ്റ് ത്രെഡ് ഇട്ട് ചെയ്ത സാരിയാണ്. ഇതും ഇതിൻ്റെ ബോർഡറിലും ഇതുപോലെ ഫുള്ള് തിക്കായിട്ട് ഫ്ലോറൽ ഇത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബോർഡറാണ് ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇതിൻ്റെ സെയിം ടോൺ ബ്ലൗസാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതും ഒരു ഓഫ് വൈറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു സാരിയാണ്. അതിൽ ഇതിലാണ് ടോണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ഒരു സാരി, ഈ ഒരു കളറാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്തൊരു ഷെയ്ഡാണ്. എനിക്ക് ഇവിടെ നോക്കുമ്പോൾ ഗ്രീൻ ആയിട്ടാണ് കൂടുതലും, ഗ്രീനിൻ്റെ പ്രോമിനൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു കളറാണ്. നല്ല രസമുള്ള ഒരു ഷെയ്ഡാണിത്. അതിലും ഇതുപോലെ ത്രെഡ് വർക്ക് ഇതുപോലെ വന്നിരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ആണ്. ഗ്രീൻ വരുന്നത് ഒരു മിൻ ഗ്രീൻ്റെ പീസ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്ന കളർ. അതിൽ ക്രീം ത്രെഡ് ഇട്ട് സെയിം. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക്. എനിക്കൊന്ന് പിങ്കൊക്കെ എത്ര കണ്ടാലും അല്ലെങ്കിൽ എത്ര നമ്മൾ ഇട്ടാലും നമ്മൾ മടുക്കില്ലാത്തൊരു കളറാണ് ഈ പിങ്ക്. പണ്ട് തൊട്ടേ ഉള്ളൊരു കളറാണ്. ബട്ട് അത് ഇപ്പോഴും ട്രെൻഡിങ് ആണെന്നുള്ളതാണ് ഈ കളറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിലും ആ ഒരു പിങ്കും ആ ഒരു ക്രീമും കോമ്പിനേഷൻ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. ഇതൊന്നുമല്ല ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും തിക്കായിട്ടുള്ള ത്രെഡ് വർക്കും ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നത് 4790 റുപ്പീസിനാണ്. അതാണ് ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ഷോപ്പിൽ വന്ന് നോക്കി വാങ്ങണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബ്ലൗസ് സ്റ്റിച്ചിങ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. മെഷർമെൻറ്റ് നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ ഡിസൈനേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും മിസ് ഔട്ട് ചെയ്യരുത്, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.